ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്ക് ഹെൻറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. വേൾഡ് സ്ട്രോങ്ങസ്റ്റ് മാൻ എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത് നമുക്കറിയാം മാർക്ക് ഹെൻറി ഇപ്പോൾ AEW ആണ്. എന്തായാലും AEWയുമായിട്ടുള്ള അതിൻ്റെ കോൺട്രാക്ട് അവസാനിക്കാറായെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ അദ്ദേഹം WWE വരുമോ എന്നാണ് പല ആരാധകരും ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഇത് ട്രിപ്പിൾ എച്ചിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു എറയാണ്. ഈ ഒരു പുതിയൊരു എറയിൽ പുതിയ സൂപ്പർ സ്റ്റാർസ് ആണുള്ളത്. സോ അങ്ങനത്തെ ഒരു എറയാണ് ഇപ്പോൾ ട്രിപ്പിൾ എച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കുന്നത്. അവിടെ മാർക്ക് ഹെൻറി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വലിയ സംശയം തന്നെയാണ്. ഒന്നാമത് മാർക്ക് ഹെൻറിക്ക് ഭയങ്കര ഏജ്ഡാണ്. ഇനിയും വന്നാൽ തന്നെ WWE ബാക്ക് സ്റ്റേജിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിരിക്കും അദ്ദേഹം വരിക. അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മാർക്ക് ഹെൻറി ആണെങ്കിലും ബിഗ് ഷോ ആണെങ്കിലും അവരൊക്കെ കാലഘട്ടം അവസാനിച്ചു. ഇനിയും പുതിയ താരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പക്ഷേ അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത് അത്ര പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡി പോലത്തെ താരങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ബ്രോൺ സ്ട്രോമൻ മാത്രമാണ്. പക്ഷേ നമുക്ക് പഴയ ബ്രോൺ സ്ട്രോമനെയും കാണാൻ സാധിക്കുന്നില്ല. സോ ആകെപ്പാട് അവരുടെ ആ ഒരു റേഞ്ചിൽ അത്ര മികച്ച സൂപ്പർ സ്റ്റാർസൊന്നുമില്ല. എന്തായാലും ഇനി പുതിയ അടുത്തുള്ള സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ആയിരിക്കും WWE നോക്കുന്നത്. എന്തായാലും വിൻസ് മിക്മാനൊക്കെ ഉള്ളപ്പോഴേ അത്തരത്തിലുള്ള ലെവലുള്ള സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി. കാരണം എല്ലാവരും ഡിഫറൻ്റാണ്. പലരുടെയും ക്യാരക്ടർ ഡിഫറൻ്റാണ്, പലരുടെ കോസ്റ്റ്യൂം ഡിഫറൻ്റാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും അത് കാണാനേ സാധിക്കുന്നില്ല. സോ മാർക്ക് ഹെൻറി വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ചിൻ്റെ എറയിൽ ഇനി അദ്ദേഹം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയൊരു എറയാണ് ട്രിപ്പിൾ എച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ചാൻസ് കുറവാണ്. കുറച്ചുകൂടെ ഏജൊക്കെ കുറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറിക് റോവനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അത് എറിക് റോവനെ വീണ്ടും WWE ട്രെയിനിങ് സെൻറ്ററിൽ കാണാനിടയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അദ്ദേഹം ട്രെയിനിങ് സെൻറ്ററിൽ വന്നിരുന്നു, അവിടെ ട്രെയിനിങ് ചെയ്തു, അതിൻ്റെ ബോഡിയൊക്കെ സെറ്റാക്കി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും അദ്ദേഹം വന്നു. സോ വീണ്ടും വരാനുള്ള കാരണം ഉറപ്പായിട്ടും അതിൻ്റെ റിട്ടേൺ അതിൻ്റെ ഫുൾ ബോഡി സെറ്റാക്കി വേറെ ലെവലായിട്ട് വരാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് ഫാക്ഷൻ തന്നെയാണ് ഒരു പേരെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പുതിയ വരുന്ന ആ ഒരു ഡാർക്ക് ഫാക്ഷൻ്റെ ഉറപ്പായിട്ടും വലിയൊരു ഭാഗം തന്നെയായിരിക്കും എറിക് റോവൻ. നമുക്കറിയാം അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ എറിക് റോവൻ വേറെ ലെവലാണ്. എന്തായാലും എറിക് റോവൻ കൺഫേംഡ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം WWE ട്രെയിനിങ് സെൻറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് വേറെ ട്രെയിനിങ് സെൻറ്ററിൽ ഇപ്പം WWE സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അവരൊരിക്കലും WWE ട്രെയിനിങ് സെൻറ്ററിലേക്ക് വരില്ല. സോ അദ്ദേഹം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും എറിക് റോവൻ അത് വലിയൊരു റിട്ടേൺ തന്നെയായിരിക്കും WWE ഉള്ളത്. കാരണം ബ്രേ വെയ്റ്റ് ഇല്ല, ലുക്ക് ഹാർപ്പർ ഇല്ല, ആകെയുള്ളത് എറിക് റോവൻ മാത്രമാണ്. സോ അതായത് അവരുടെ ലെഗസീനിയും എറിക് റോവൻ്റെ കയ്യിലാണ്. ബ്രോൺ സ്ട്രോമൻ നമുക്ക് ഇറക്കി വെച്ച് വന്നൊരു സൂപ്പർ സ്റ്റാറാണ്. സോ എനിക്ക് ആ ഒരു വൈറ്റ് ഫാമിലിയുടെ വലിയൊരു ഭാഗമായിട്ടൊന്നും നമ്മുടെ ബ്രോൺ സ്ട്രോമനെ തോന്നുന്നില്ല. പക്ഷേ എറിക് റോവൻ ആ ഒരു ട്രയോയുടെ വലിയൊരു ഭാഗമായിരുന്നു. സോ ഉറപ്പായിട്ടും അദ്ദേഹമാണ് ഇനി ആ വൈറ്റ് ഫാമിലിയുടെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്.